14 പ്രതികൾ കുറ്റക്കാരാണ് എന്നതാണ്. പെരിയ കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു. 10-ാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 14-ഉം 15-ഉം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 20 മുതൽ 20, 21, 22 പ്രതികളും കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്ന സാഹചര്യം. നേരത്തെ 14 പ്രതികൾ ഉണ്ടായിരുന്ന പ്രതിപട്ടിക പിന്നീട് 24ആയി മാറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് ഉണ്ടാകുന്നത്. പെരിയ ഇരട്ട കൊലപാതകത്തിലെ വിധി പ്രസ്താവനത്തിൽ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന്, നവമി 14 പ്രതികൾ നിലവിൽ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രതികൾ, അതായത് 1-ാം പ്രതിയായിട്ടുള്ള CPIM നേതാവ് മുതൽ കുറ്റക്കാരാണ് എന്ന കൃത്യനിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നു. അതെ അഭിലാഷ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20-ാം പ്രതിയാണ് മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ. കുഞ്ഞിരാമനെ കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രതിയെ, 2-ാം പ്രതിയെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയത്, ഈ കസ്റ്റഡിയിലുള്ള പ്രതിയെ വലിച്ചിറക്കിക്കൊണ്ടുപോയത് കുഞ്ഞിരാമനാണ്. 20-ാം പ്രതിയായിട്ടുള്ള 20-ാം പ്രതി കുറ്റക്കാരനാണെന്ന് കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതായത് 19, 9, 11, 12, 13, 16, 18, 17, 19, 23, 24 പ്രതികൾ അതായത് കുറ്റവിമുക്തരാക്കിയവരിൽ 20-ാം പ്രതിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ പറയാം അഭിലാഷ്. 20-ാം പ്രതിയായ കുഞ്ഞിരാമൻ, മുൻ ഉദുമ MLA കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് തന്നെയാണ്. അതായത് 2-ാം പ്രതി സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്ന കുറ്റം നിലനിൽക്കുന്നു എന്ന് CBI കോടതി വിലയിരുത്തുന്നു. കുഞ്ഞിരാമന് എതിരെ നിലവിൽ CBI ചുമത്തിയിരിക്കുന്ന കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ കേസിൽ പറയേണ്ടത്. ഈ CPIMന്റെ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നത് കുഞ്ഞിരാമൻ തന്നെയാണ്. 1-ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ അടക്കം CPIMന്റെ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ 1-ാം പ്രതി മുതൽ 8-ാം പ്രതി വരെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കേസിലെ 20-ാം പ്രതിയായിട്ടുള്ള കുഞ്ഞിരാമനും കുറ്റക്കാരനാണ് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. 2-ാം പ്രതിയായിരുന്ന സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്നതാണ് കുഞ്ഞിരാമനെതിരായ കുറ്റം. ആ കുറ്റമടക്കം നിലനിൽക്കുന്നു എന്ന് കോടതി നിരീക്ഷിക്കുന്നു. നവമി, അതെ തീർച്ചയായും അഭിലാഷ്, അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ 20-ാം പ്രതിയായിട്ടുള്ള കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് തന്നെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ, അതോടൊപ്പം 10, 14, 20 പ്രതികളാണ് ഇപ്പോൾ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇവർക്ക് എന്ത് ശിക്ഷാവിധി ആയിരിക്കും കോടതി പ്രഖ്യാപിക്കുക എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. ഒപ്പം 10, 14, 15, അതോടൊപ്പം തന്നെ 20 നമുക്കറിയാം മുൻ ഉദുമ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൽ 1-ാം പ്രതി പീതാംബരൻ, 2-ാം പ്രതി സജി ജോർജ്, 3, 4 പ്രതികൾ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി അശ്വിൻ, 8-ാം പ്രതി എന്നിവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു. 10-ാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 14-ഉം 15-ഉം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. 20-ാമത്തെ പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകൾ അടക്കമാണ് ഈ കേസിൽ ചുമത്തപ്പെട്ടിരുന്നത്. ആ